ത്രേയ ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നഹൂം 1:3. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. മസ്മൂറിൽ അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് രേഖപ്പെടുത്തുന്നു, അവൻ്റെ വചനപ്രവൃത്തിയായ കാറ്റോടും കൊടുങ്കാറ്റുകളുമേ അവനെ സ്തുതിപ്പീനെന്ന്. നഹൂം പറഞ്ഞു, അവൻ കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. സങ്കീർത്തനകൻ പറയുന്നു, അവൻ്റെ വചനപ്രവൃത്തിയാണ് കാറ്റും കൊടുങ്കാറ്റുമെന്ന്. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കാറ്റും കൊടുങ്കാറ്റും നേരെയല്ലാത്തതിനെ നേരെയാക്കുവാനാണ്. അല്ലെങ്കിൽ തന്നെ കാറ്റ് അഥവാ വായു ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. വായു നിശ്ചലമായാൽ പ്രകൃതി നിശ്ചലമാകും, പിന്നെ മനുഷ്യനില്ല. ചില ദുഷിപ്പുകളെ ഉച്ചാടനം ചെയ്യുവാൻ കൊടുങ്കാറ്റിനും കാറ്റിനും ശക്തിയുണ്ട്. അവനതിൽ കയറി വരും. ലോകത്തിലെ ഏറ്റവും വലിയ അധികാരസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് പദവി. കുട്ടിയായിരുന്ന കാലത്തെ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ വിക്കനായിരുന്നു അത്രേ. കൂട്ടുകാർ അവനെ കളിയാക്കുമായിരുന്നു. തൻ്റെ ടീച്ചർ കൂടി കളിയാക്കിയപ്പോൾ പഠനം അവസാനിപ്പിക്കുവാൻ നിശ്ചയിച്ചു. പക്ഷേ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലുള്ള അമ്മയുടെയും അപ്പൻ്റെയും പ്രേരക ശക്തി കൊച്ചു ബൈഡന് പ്രേരണയും ഉത്സാഹവും പകർന്നു. മുഖം നോക്കുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഘോരം പ്രസംഗം പറഞ്ഞു, പദ്യം ചൊല്ലി. എന്നിട്ടും പൂർണ്ണമായും വിട്ടുമാറിയില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്തെ പ്രസംഗകല മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനായി. അതുകൊണ്ടും കൊടുങ്കാറ്റ് അവസാനിച്ചില്ല. പഠനം കഴിഞ്ഞ് നല്ലൊരു ബിസിനസ്സുകാരനായതാണ്. ഒരു നാൾ അത് തകർന്നു. തന്നെ പ്രാണതുല്യം സ്നേഹിച്ചിരുന്ന ഭാര്യയും മകനും കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. 46-ാമത്തെ വയസ്സിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു തോറ്റു. എന്നിട്ടും തകർന്നില്ല. ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നേറി. ഇന്ന് കൂടുതൽ ജനശ്രദ്ധ പിടിച്ച നേതാവായിരിക്കുന്നു. ഇതിനു മുമ്പ് കട്ടിയായ കല്ലിനെ ഉരച്ച് തേയ്മാനം വരുത്തുന്ന കയറിനെ കുറിച്ച് നാം ചിന്തിച്ചതാണ്. ബലത്തിൻ്റെ കാര്യത്തിൽ കയറും കല്ലും തമ്മിൽ വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ച് ചണക്കയർ. വെള്ളം പാറയുടെ മുമ്പിൽ ബലം കുറഞ്ഞതാണ്. പാറയെ തേയ്മാനം വരുത്തുവാൻ വെള്ളത്തിന് കഴിയും. സ്ഥിര ഉത്സാഹവും ദൈവപ്രീതിയും അടിയുറച്ച ദൈവവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും മലയും മാറിപ്പോവും. യോനയെ വിളിച്ചത് നിനവയിലേക്ക് പോകുവാനാണ്. അത് കിഴക്കോട്ടാണ്. അവൻ പോകാതെ പടിഞ്ഞാറേ ദിശയിലേക്ക്, അതായത് എതിർ ദിശയിലേക്ക്. ഒത്തിരി അന്തരമുണ്ട്. അവൻ പോകേണ്ട സ്ഥലവും പോകുവാൻ ഒരുങ്ങിയ സ്ഥലവും തമ്മിൽ. കടലിലെ കൊടുങ്കാറ്റാണ് കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒളിച്ചിരുന്ന് ഉറങ്ങിയ അവനെ കടലിൽ ഇട്ടത്. പക്ഷേ അവനെ കാത്ത ഒരു വലിയ മത്സ്യം അവിടെ ഉണ്ടായിരുന്നു. ദൈവമാക്കിയതാണ്. ആ മത്സ്യം ബഹുദൂരം അതിവേഗത്തിൽ യാത്ര ചെയ്ത് അവനെ നിനിവയുടെ കരയിൽ ഛർദ്ദിച്ചു. യോന ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിയുന്നു. മുടിയൻ പുത്രനും അങ്ങനെയാണ് സംഭവിച്ചത്. പരിശുദ്ധാത്മാവാകുന്ന തിരുത്തൽ ശക്തി വഴിതെറ്റുന്ന മകൻ്റെ പിറകെ എപ്പോഴുമുണ്ട്. ധനവാന്റെയും ലാസറിൻ്റെ ഭൂമിയിൽ ധനവാനെയും മാനസാന്തരപ്പെടുത്തുവാൻ ഇതേ ദൈവശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ധനവാൻ അത് കേട്ടില്ല. യോന കേട്ടു, മുടിയൻ പുത്രനും കേട്ടു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ശൗൽ എന്ന ചെറുപ്പക്കാരനും കേട്ടു. നാമും അവൻ്റെ ശബ്ദം കേൾക്കണം. കേട്ടേ മതിയാവൂ. നാളത്തേക്കാക്കി മാറ്റിവെച്ചുകൂടാ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പണ്ഡിതനും പണക്കാരനുമായ യഹൂദ ചെറുപ്പക്കാരൻ ന്യായപ്രമാണം പാലിക്കുന്നവനായിരുന്നു. കുറവ് വല്ലതും ഉണ്ടെങ്കിൽ പരിഹരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഗുരു കുറവ് പറഞ്ഞു കൊടുത്തിട്ടും ആ കുറവിനനുസരിച്ച് തിരുത്തുവാൻ അവന് കഴിയുന്നില്ല. വിശുദ്ധാത്മാവ് തരുന്ന തിരുത്തലുകൾ നമുക്ക് പാഠമാകണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിർമ്മലീകരിച്ച് വിശുദ്ധീകരിക്കണമേ. പിതൃത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.